ഹായ് ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണോ? അൽഹംദുലില്ലാ, നമുക്ക് ഇവിടെ സുഖം തന്നെയാണ്. നമ്മളിന്ന് വന്നിരിക്കുന്നത് നമ്മൾ ഒരാഴ്ച മുന്നേ ഫേസ്ബുക്കിലൊരു പോസ്റ്റർ ഇട്ടിരുന്നു. പോസ്റ്റർ ഇട്ടതല്ല, അത് അബദ്ധവശാൽ അങ്ങോട്ട് പോസ്റ്റ് പോയതാണ്. അത് ഞാനല്ല, മക്കളായിരുന്നു. അപ്പോൾ ഇവിടെ ഒരാഴ്ച മുന്നേ ഞങ്ങളുടെ ഫാമിലിയിൽ നിന്ന് കുറച്ച് മക്കൾ വന്നിരുന്നു, വിരുന്നുകാർ വന്നിരുന്നു. അപ്പോൾ എൻ്റെ ഞാൻ വേറൊരു ഫോണിലാണ് വീഡിയോ എടുക്കുന്നത്. എൻ്റെ വാട്സപ്പ് ഉപയോഗിക്കുന്ന ഫോണിലല്ല വീഡിയോ എടുക്കുന്നത്. ഇപ്പോൾ കൂടെ വന്ന ഒരു ഫാമിലിയിലുള്ള എൻ്റെ ഒരു ആക്കും വേണ്ടിയിട്ട് അതിലുള്ള മക്കൾ തന്നെ എഡിറ്റ് ചെയ്യണത് കാണിച്ചു കൊടുക്കുമായിരുന്നു. ഇങ്ങനെയാണ് എഡിറ്റ് ചെയ്യുക. എഡിറ്റ് ചെയ്തപ്പോൾ നമ്മൾ വീഡിയോക്ക് തമ്പനിലൊക്കെ ഉണ്ടാക്കുമല്ലോ. അപ്പോൾ എഡിറ്റ് ചെയ്ത് ഇങ്ങനെയാണ് വെക്കുക, ഇങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് കാണിച്ചു കൊടുക്കുകയായിരുന്നു. അപ്പോൾ ആ ഇടയ്ക്ക് തന്നെ ആ ഒരാഴ്ചയിൽ തന്നെ ഒരു അമ്മ ചൂരമീൻ കഴിച്ച് വീട്ടമ്മ മരിച്ചു, ഭർത്താവും മകനും ഹോസ്പിറ്റലിലാണ്, ഗുരുതരാണെന്നൊക്കെ പറഞ്ഞിട്ടൊരു പോസ്റ്റർ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു പോസ്റ്റർ എടുത്തിട്ട് ഇതിമത്തെ ഫോട്ടോ മാറ്റി വെക്കുന്ന രീതി ഏതായാലും വേണ്ടില്ല, ഇങ്ങനെയുള്ള ഇതാണ് വന്നത് പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഈ കുട്ടി ഇത് എടുത്ത് എൻ്റെ ഫോട്ടോ അതിൽ വെച്ചിട്ട് ഇതാ കണ്ടോ, ഇപ്പോൾ ചൂരമീൻ പിന്നെ കഴിച്ച് വീട്ടമ്മ മരിച്ചു, ഇപ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ എൻ്റെ ഫോട്ടോ വന്നു, എൻ്റെ ഫോട്ടോ വെച്ച് അവർക്ക് കാണിച്ചു കൊടുക്കണം. അപ്പോൾ ഇങ്ങനെയാണ് അത് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്തും എഴുതി ഉണ്ടാക്കാം, അതുപോലെ ഫോട്ടോ വെക്കുക, ഫോട്ടോ മാറ്റി വെക്കുക. കാരണം ഇൻഷോട്ടിൽ എഡിറ്റിങ് പഠിപ്പിക്കുകയായിരുന്നു ചെയ്തത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഈ ഫോട്ടോ ഫേസ്ബുക്കിൽ അങ്ങോട്ട് ഷെയർ ആയി പോയിട്ടുണ്ട്. അത് മക്കളോ അല്ലെങ്കിൽ എൻ്റെ ഫാമിലിയിൽ നിന്ന് വന്ന ആരും മനഃപൂർവ്വം ചെയ്തതല്ല, അത് അറിയാതെ കൈ തട്ടി എങ്ങനെ പോസ്റ്റായി പോയതാവാം. പിന്നെ ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ ഉണ്ട് എൻ്റെ പൂക്കോടുംപാടുന്ന് എൻ്റെ ഒരു ഫ്രണ്ട് വിളിക്കുന്നുണ്ട്. പിന്നെ ഈ എവിടെയാണ് എന്ന് ചോദിച്ചു. അതിൽ ഞാൻ വീട്ടിലുണ്ട് കാരണം. അപ്പോൾ ഈ മരിച്ചിട്ടില്ലേ എന്ന് ചോദിച്ചു. അതിൽ എന്താ ഈ ഇങ്ങനെ പറയണത് ചോദിച്ചു. മരിച്ചിട്ടില്ല, എന്താ ഈ വളച്ചുകെട്ടില്ലാത്ത കാര്യം പറയാറുണ്ട്. അപ്പോൾ ഫേസ്ബുക്കിലുണ്ട് ഒരു പോസ്റ്റർ ഇട്ടിട്ട് ചൂരമീൻ കഴിച്ച് വീട്ടമ്മ മരിച്ചു എന്ന് പറഞ്ഞു. അതിൽ നിൻ്റെ ഫോട്ടോ ആണല്ലോ പറഞ്ഞു. അപ്പോഴത്തേനും എനിക്ക് മനസ്സിലായി, കുട്ടികൾ തമ്പുരാനെ ഇങ്ങനെ വെച്ച് കളിച്ചരുത്, ഞാൻ കണ്ടതാണല്ലോ പഠിച്ചോനെ, ഏത് പാളിപ്പോയോ. അതിൽ ഞാൻ അതിൽ ചോദിച്ചു, ഫേസ്ബുക്കിലാണെന്ന് പറഞ്ഞിട്ടില്ല, ഒരു പോസ്റ്റർ കണ്ടല്ലോ എന്ന് പറഞ്ഞു. അത് എയിലാണ് കണ്ടത് ചോദിച്ചപ്പോൾ അവക്കും പറയാൻ വയ്യ, ഓളെ ആരോ വിളിച്ച് പറഞ്ഞതാണ്. ആ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് വിട്ടുകൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ സ്ക്രീൻഷോട്ട് ഈ വാട്സപ്പിൽ നോക്കി ഇതാണ് സംഭവം എന്ന് പറഞ്ഞ് ഫോട്ടോ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഫേസ്ബുക്കിൽ തന്നെ ആവുന്നു. അതിൽ ഞാൻ ഫേസ്ബുക്കിൽ തപ്പി നോക്കുമ്പോൾ, ഫേസ്ബുക്കിൽ നിന്ന് സ്ക്രീൻഷോട്ട് എടുത്തത് അറിയാലോ, തപ്പി നോക്കുമ്പോൾ അതിലൊരുപാട് ബാഡ് കമൻ്റ് ഉണ്ട്. അതിലിങ്ങനെ എഴുതിയിട്ടുണ്ട്, ഈ തള്ളച്ചി ചത്തിട്ടില്ല, ഈ തള്ളച്ചിക്ക് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ്, അങ്ങനെ ഇങ്ങനെ ഒരുപാട് ബാഡ് കമൻ്റ് ഉണ്ട്. അതിനൊന്നും എനിക്കൊരു കുഴപ്പമില്ല. കാരണം ആരും തന്നെ ഇങ്ങനെ ഞെട്ടിപ്പോവും. ആ വീട്ടമ്മ, മരണപ്പെട്ടു പോയ വീട്ടമ്മേൻ്റെ സ്ഥാനത്ത് എൻ്റെ ഫോട്ടോ വെച്ചിട്ട് അത് ചെയ്യുമ്പോൾ ആരായാലും അത് ഞെട്ടിപ്പോവും, പ്രതികരിച്ച് പോകില്ലേ. അതിലൊന്നും എനിക്ക് കുഴപ്പമില്ല. അതങ്ങനെ കഴിഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നു. പിന്നെ പിറ്റേ ദിവസമൊക്കെ എനിക്ക് വാട്സപ്പിൽ പല ഫ്രണ്ട്സും പല ഗ്രൂപ്പിലും ഈ ഫോട്ടോ ഇട്ടിട്ട് ഇത് എന്തെങ്ങനെ സംഭവം എന്ന് ചോദിച്ചപ്പോൾ ഞാൻ അവരോടൊക്കെ അത് വിശദീകരിച്ച് പറഞ്ഞു കൊടുത്തു. കുട്ടി ഇങ്ങനെ എൻ്റെ അനിയത്തിക്ക് പറഞ്ഞു കൊടുത്തതാണ്, അങ്ങനെ പറഞ്ഞു കൊടുത്ത് ഇങ്ങനെയാണ് ഇൻഷോട്ടിൽ എഡിറ്റ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് എൻ്റെ അനിയത്തിക്ക് പറഞ്ഞു കൊടുത്തതാണ് കേട്ടോ. അങ്ങനെ ഇത് പോസ്റ്റിൽ പോയതാണ്. ഈ കുഞ്ഞാണെങ്കിൽ കുട്ടി തറിഞ്ഞപ്പോൾ ഓന് ഭയങ്കര ടെൻഷൻ. 12-13 വയസ്സാവണുള്ളൂ മോന്. ഓന് ഭയങ്കര ടെൻഷൻ, ഇനിയിപ്പോൾ എന്താ ചെയ്യുക വിചാരിച്ചത്. ഏതായാലും പോസ്റ്റിൽ പോയി. അതങ്ങനെ കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്കറിയോ ഞാൻ അങ്ങനെ മനഃപൂർവ്വം ചെയ്യുന്ന ഒരാളാണോ? റീച്ചിന് വേണ്ടിയിട്ടും അതുപോലെ കമൻറ്റും ലൈക്കും കിട്ടാൻ വേണ്ടിയിട്ടും അത്രയും മോശമായിട്ടുള്ളൊരു പണി ഞാൻ അങ്ങനെ ചെയ്യുമോ? നിങ്ങളെല്ലാവരും അങ്ങനെയാണോ കരുതിയിട്ടുള്ളത്? ഞാൻ സത്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇടുന്നത്. പിന്നെ ഞാൻ അങ്ങനെ ആരും പിന്നെ റീച്ചാക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും വേണ്ടി ഞാൻ ചെയ്തതുമല്ല. ഞാൻ അപ്പം തന്നെ അത് അവിടെ പോയി ഡിലീറ്റ് ചെയ്തിട്ട് ഞാൻ അവിടെ അത് ഇൻഷോട്ട് പോയി എടുത്തിട്ട് എൻ്റെ സ്ഥാനത്ത് ഞാനൊരു മൺചട്ടി വെച്ചിട്ട് അത് പോസ്റ്റ് ചെയ്തു. അത് ഞാൻ വീണ്ടും പോസ്റ്റ് ചെയ്തു. വിളിക്കുന്ന ആൾക്കാരോടും ഒക്കെ ഞാനിങ്ങനെ പറഞ്ഞ് മടുത്തു. അപ്പോൾ എന്നോടൊരു ഫ്രണ്ട് പറഞ്ഞിരുന്നു, നീ ഒരു വീഡിയോ ചെയ്തിട്ട് അപ്പോൾ എല്ലാവർക്കും മനസ്സിലാവുമല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ വീഡിയോ ചെയ്യാൻ
പിന്നെ അത് വേണ്ട വേണ്ട വിചാരിച്ചു. പിന്നെ ഇപ്പോൾ ഇടുന്ന പല വീഡിയോയ്ക്കും ഇല്ല കമൻ്റാണ്, മരിച്ചു പോയ അവിടെ സ്വർഗത്തിൽ പുഴയും തോടും ഉണ്ടോ, മാങ്ങ പെറുക്കലുണ്ടോ, അങ്ങനെയുള്ള കമൻറ്റുകളൊക്കെ വരുന്നുണ്ട്. അതൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോൾ എന്തോ ഭയങ്കര ഒരു വിഷമം തോന്നുകയാണ്. അപ്പോൾ പ്രിയപ്പെട്ട എൻ്റെ സബ്സ്ക്രൈബേഴ്സ്, എൻ്റെ ഫോളോവേഴ്സ്, യൂട്യൂബിൽ, ഫേസ്ബുക്കിൽ, ഇൻസ്റ്റയിലൊക്കെ എൻ്റെ വീഡിയോ കണ്ട് എൻ്റെ സപ്പോർട്ട് ചെയ്യണ ഒരുപാട് സബ്സ്ക്രൈബേഴ്സും ഫോളോവേഴ്സൊക്കെ ഉണ്ട് എനിക്ക്. അപ്പോൾ അവരോടാണ് ഞാൻ പറയണത്, ബാഡ് കമൻറ്റ് എഴുതിയ ആൾക്കാരോടും, അവരും തന്നെ നമ്മളെ കാണുന്ന ആൾക്കാരാവുമല്ലോ. നമ്മളൊരു വീഡിയോ ഇടുമ്പോഴത്തേനും ഓടി വന്നുകൊണ്ട് അതിന് കമൻറ്റ് ചെയ്യുമ്പോൾ അവർ നമ്മളെ വീഡിയോ കണ്ടിട്ടാണല്ലോ. അപ്പോൾ ഞാൻ ഒരിക്കലും നിങ്ങളാരും പറ്റിച്ചതല്ല, ഞാൻ അങ്ങനെ പറ്റിക്കുന്ന ആളുമല്ല, എനിക്കങ്ങനെ പറ്റിക്കാനും കഴിയില്ല. അങ്ങനെ കള്ളത്തരം പറഞ്ഞുകൊണ്ട് റീച്ചാക്കാൻ വേണ്ടിയിട്ടും അല്ല കേട്ടോ. ഞാൻ അത് അബദ്ധത്തിൽ എൻ്റെ ഫാമിലിയിലെ മോന് പറ്റിപ്പോയതാണ്. ആ മോന് ഇപ്പോഴും അതിന് ഭയങ്കര വിഷമമുണ്ട്. അപ്പോൾ അത് ഞാനത് ഡിലീറ്റാക്കി കളഞ്ഞു. എന്നാലും അത് പോയാലും പിന്നെയും ഞാനെൻ്റെ വീഡിയോയ്ക്കൊക്കെ നിങ്ങൾ പിന്നെ ഒരു കമൻറ്റ് കണ്ടു, എനിക്ക് വേദനിപ്പിക്കണ കമൻറ്റൊന്നുമല്ല, ഇതിപ്പോൾ മരിച്ചു പോയ ആൾക്കാർ പിന്നെയും വന്ന് വ്ളോഗ് ചെയ്യണ ആദ്യമായിട്ട് കാണുകയാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇങ്ങനൊരു വീഡിയോ ചെയ്യണം. എനിക്കൊരു അബദ്ധം പറ്റിയതാണ് എല്ലാവരും അറിയിക്കണം എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യം. ഇപ്പോൾ ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഫേസ്ബുക്കിൽ കാണുന്ന ആൾക്കാരോട് പറയണം, പിന്നെ നിന്നെ അൺഫോളോ ചെയ്യുമെന്നൊക്കെ പറഞ്ഞിരുന്നു. നിങ്ങൾ ഞാൻ അൺഫോളോ ചെയ്യുമെന്നോ വേണ്ട, ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല, അബദ്ധത്തിൽ മക്കൾക്ക് പറ്റിയതാണ്. അപ്പോൾ എന്നോട് നിങ്ങൾ ക്ഷമിക്കണം. അതുപോലെ യൂട്യൂബിൽ കാണുന്ന ആൾക്കാരോടും, യൂട്യൂബിലും തന്നെ കമൻറ്റ് വരുന്നുണ്ട്, ഇതിനെ പറ്റിയിട്ട് കമൻറ്റ് വരുന്നുണ്ട്. യൂട്യൂബിൽ ഞാനിത് പോസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിലും യൂട്യൂബിലും കമൻറ്റ് വരുന്നുണ്ട്. അവരോടും പറയാണ്, ഒരിക്കലും ഞാൻ നിങ്ങളങ്ങനെ പറ്റിക്കുന്ന ഒരാളല്ല, എനിക്കങ്ങനെ ഒരാളെ പറ്റിക്കാനോ അതിനൊന്നിനും കഴിയില്ല. അങ്ങനത്തെ ഒരാളല്ല ഞാൻ. അങ്ങനെ കള്ളത്തരം പറഞ്ഞുകൊണ്ട് റീച്ചാക്കൊന്നും വേണ്ട എനിക്ക്. ഞാൻ എൻ്റെ സാധാരണ കുക്കിംഗ് വ്ളോഗ്, തോട്, പുഴ, അങ്ങനെ മാങ്ങ, ചക്ക ഒക്കെ ആയിട്ട് ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ എല്ലാവരും എന്താ പറയുക, എന്നെ സപ്പോർട്ട് ചെയ്യണം. നിങ്ങളെയൊക്കെ സപ്പോർട്ടുണ്ട് തന്നെയാണ്. അൽഹംദുലില്ലാ എനിക്കിപ്പോൾ ഒരുപാട് സബ്ബൊക്കെ ആയിട്ടുണ്ട്, ഫോളോവേഴ്സൊക്കെ കൂടി വരുന്നുണ്ട്. അതിന് ഒരുപാട് താങ്ക്സ്. നിങ്ങളെ സപ്പോർട്ടും പിന്തുണയൊക്കെ ഇനി വേണം. എനിക്ക് ഓരോ വീഡിയോ ഇടാനും ഉള്ള ഒരു എനർജിയാണ് നിങ്ങളെ ഓരോരോ കമൻറ്റ്, ലൈക്ക് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ എനിക്കൊരു വരുമാനം കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ സമയമല്ലെങ്കിൽ പോലും ഓരോ വീഡിയോ ഇടുന്നത്. അപ്പോൾ നിങ്ങളാരും വിഷമിപ്പിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല. അപ്പോൾ ആ ഒരു പോസ്റ്റർ അബദ്ധത്തിലാണ് ഞാൻ ഇട്ടതെങ്കിൽ പോലും നിങ്ങളോട് എല്ലാവരോടും ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. എല്ലാവരും എന്നോട് ക്ഷമിക്കണം. ഇനി ഇങ്ങനെ ഞാനെൻ്റെ ഫോൺ മക്കൾക്ക് കൈവിട്ട് കൊടുക്കൂല. നമ്മളെ ഫോണ് മക്കൾക്ക് കൈവിട്ട് കൊടുത്താൽ ഇങ്ങനെയുള്ള അബദ്ധങ്ങളൊക്കെ പറ്റാം. പക്ഷേ ആ മക്കൾ ഒരിക്കലും തെറ്റുകാരല്ല, മനഃപൂർവ്വം ചെയ്തതല്ല. നല്ലതുപോലെ ഫോണിൽ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തരുന്ന, പഠിപ്പിച്ച് തരുന്ന ഒരു മോനാണ്. മോൻ്റെ എങ്ങനെയോ എന്തോ പറ്റിപ്പോയതാണ് അബദ്ധത്തിൽ. അപ്പോൾ ആരും ഇനി അതിനെപ്പറ്റി ഒന്നും പറയരുത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. നിങ്ങളെല്ലാവരും എന്നെ മനസ്സിലാക്കി ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം. അതുപോലെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. അപ്പോൾ നിങ്ങളെ നല്ല കമൻറ്റ് പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങളെ സ്വന്തം